ഹായ് ഓൾ. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഈദിന്റെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഖത്താറ കൾച്ചർ വില്ലേജിലാണ് പോണത്. അവിടെ ഇതേപോലെ ഇന്നലെ ദോഹ പോർട്ടിൽ ഉണ്ടായ പോലത്തെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ചുകൂടി വിപുലമായിട്ടുള്ള പരിപാടിയാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പൊ അതുകൂടി ഒന്ന് പോയി ചെക്ക് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഫയർ വർക്ക് ഇന്നലെ ഞങ്ങൾ മിസ്സായി, കാരണം ദിലുവിന് ജലദോഷം. അപ്പൊ ഫയർ വർക്ക് ഇന്ന് അവിടെ പോയിട്ടൊന്ന് ട്രൈ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒപ്പം ഇന്ന് ഞങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അതിനകത്ത് ഒരു ഫാമിലി, പിന്നെ രണ്ട് ഫാമിലിയാണ്. പക്ഷെ ഒരുത്തന്റെ ഫാമിലി നാട്ടിലാണ്. അവര് 19-ാം തീയതി അങ്ങോട്ട് വരും. അപ്പൊ അവരെ ഫുള്ളായിട്ട് അപ്പൊ പരിചയപ്പെടുത്താം. പിന്നെ ഒരു ഫാമിലി ഉണ്ട് കൂടെ, വേറെ 2 ഫാമിലി ഉണ്ട്, മേജർ ആൾക്കാർ. അവര് ഒരാള് ഉംറക്കും പോയി, ഒരാള് ബഹ്റൈനിലും പോയി. അപ്പൊ ഞങ്ങൾ ഇവരെ പിക്ക് ചെയ്തിട്ട് നേരെ ഖത്താറ വില്ലേജിലേക്ക് പോയിണ്. കണ്ട് അവിടെ പോയിട്ട് ബാക്കി വിശേഷിക്കും ഇതിൽ പറയാണ്ടോ. ജലദോഷത്തിൽ വയ്യ, പെരുന്നാൾ കൂടി ജലദോഷം പിടിച്ചു. ഞങ്ങളെ എല്ലാവരും ജോയിന്റ് ആയി. ഇതാണ് ഞങ്ങളുടെ മേജർ ആള് രാജി, അത് ജിസ്, അത് ജിസിന്റെ കെട്ടുകൾ നീഹ. ഇപ്പൊ ഇത്ര നേരം ചാടിട്ടോണ്ടിരുന്ന അവള് ഉഷാറായിട്ട് ക്യാമറ ഉണക്കോ. അത് എന്റെ ഭാര്യ ഇതില്ല. അപ്പൊ ഞങ്ങൾ നേരെ എല്ലാവരും കൂടി ഖത്താറിൽ പോകണത് ഇതിന്റെ സെക്കൻഡ് ഡേ പരിപാടികൾ. അപ്പൊ പിള്ളേരൊക്കെ ആയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട്. ഓക്കെ സെറ്റ്. ഫ്രണ്ടിനെ കിട്ടിയപ്പോ എന്നെ വേണ്ട, ഓടിപ്പോണണ്ട. നീഹേനെ കിട്ടിയപ്പോ എന്നെ വേണ്ട. ഇതില് മൈൻഡ് ചെയ്യണില്ലേ എന്നെ? അതെന്തിലും ഡിസ്കഷൻ നടത്ത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? വീഡിയോ എടുക്കണോണ്ട് ഒരു പ്രശ്നമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ നിന്റെ പെണ്ണുമ്പോൾ ശരിയില്ല. അവള് പറയണത് ഇഷ്ടമല്ല പറഞ്ഞു. അതങ്ങനെ ആക്ട് ചെയ്യണതല്ലേ, മനസ്സിലായില്ല? ഇല്ല, ആക്ടിങ് ആണത്. നമ്മുടെ രാജിക്ക് ഇതിനകത്തുള്ള അഭിപ്രായം പറഞ്ഞേ. എനിക്ക് എന്താ അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഇവള് ശരിയില്ല. രാജി പാർട്ടി സമ്മേളനത്തിനുള്ള ഷർട്ടൊക്കെ ഒരു ഇംഗ്ലാ വിളിച്ചാലൂടാ. വേണ്ട. എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് അറിയാമോ, രാജി വന്നതാ. വണ്ടി തള്ളാൻ ഒരാളുണ്ട്. റീപോർട്ടേക്ക് എടാ, ഇവിടെ എന്തുകൊണ്ട് എന്താ പരിപാടിയുള്ളത്? ഗിഫ്റ്റ് ഉണ്ടോ കുട്ടികൾക്ക്? അതെ, ഇവിടെ എന്തോ ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഇതാക്കാൻ വേണ്ടി ഇവിടെ ഖത്തറിന്റെ വക ഗിഫ്റ്റ് കിട്ടിന്ന് പറ. അതിനകത്ത് നോക്കിയിട്ട് ഗിഫ്റ്റ് കിട്ടിന്ന് പറ. ഗിഫ്റ്റ് കിട്ടി.
പുറത്തെത്തി നിന്നിട്ടുള്ള അതിന്റെ ഒരു മൂഡ് ഓഫ് ഉണ്ട്. ഇവൻ ഓക്കെ അതിനെ ഖത്താറിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി എല്ലാവരും ഫാമിലിയൊക്കെ. ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. അതിനിത് കഴിഞ്ഞ് ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇതും കഴിച്ച് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോകണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അല്ലേ? അപ്പോൾ ശരി, ബൈ.